ഡൽഹിയിൽ അരങ്ങേറുന്നത് അഭിനവ രാമായണമോ? മര്യാദാ പുരുഷോത്തമനായി മടങ്ങിയെത്താൻ കെജ്രിവാളിന് കഴിയുമോ? മമതാ ബാനർജിക്ക് പിന്നാലെ രാജ്യത്തെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ അതിഷി ചുമതലയേൽക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി പോലെ താരതമ്യേന പുതിയൊരു പാർട്ടി, ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനും ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി വരുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രോഗ്രസീവായ ഒരു നിലപാടായി അതിനെ കാണുന്നു. പക്ഷേ ആ കാഴ്ചപ്പാടുകളെല്ലാം തിരുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി കസേര ഒഴിച്ചിട്ട് രാമരാജ്യത്ത് ഭരതൻ എന്താണോ ചെയ്തത് അതുപോലെ മാറിയിരുന്ന് ഭരിക്കുന്ന അതിഷിയാണ് അടുത്ത 6 മാസം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിലെ ജനങ്ങൾ കാണേണ്ടി വരുന്നത്. ഏതാണ്ട് രാമായണ കഥയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇരിപ്പിടമൊഴിച്ചിട്ട് അതിഷി മാറിയിരിക്കുന്നത് ഡൽഹിയിലെ ജനങ്ങളെ ഒരു 6 മാസത്തിനപ്പുറം വരാനിരിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ എത്രമാത്രം അവർക്ക് കൺവിൻസ്ഡ് ആവും. നമ്മൾ ഇതിന് സമാനമായ ഒരു കാഴ്ച തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്. ജയലളിത ജയിലിൽ പോയ സമയത്ത് പനീർശെൽവം അമ്മയെ ആരാധിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി സീറ്റ് മാറിയിരുന്ന് ഭരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് തമിഴ്നാട്ടിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സിനിമാറ്റിക്, കുറച്ച് ഡ്രാമ കൂടുതലുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. അവിടെ ഈ ആരാധനയൊക്കെ അംഗീകരിച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഡൽഹിയെ പോലെ അർബൻ എലീറ്റ് എന്നൊക്കെ പറയാവുന്ന അതേപോലെ തന്നെ മറ്റൊരു മുഖം കൂടിയുള്ള ഡൽഹിയിൽ ഇങ്ങനെയൊരു രാമരാജ്യ നാടകം അതത്ര നിഷ്കളങ്കമായി തോന്നുന്നുണ്ടോ ജിഷ്ണുവിന്? ഒരിക്കലുമില്ല. അതായത് ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം അതിഷി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവരൊരു സീസൺഡ് പൊളിറ്റീഷ്യനായി മാറുന്നതിൻ്റെ സൂചനകളാണോ നമ്മൾ കാണുന്നത് എന്നൊരു സംശയം നമുക്ക് തോന്നും. അതായത് അവർ കുറച്ചുകൂടി തൻ്റെ ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയം എന്താണ്, തൻ്റെ ചുറ്റുവട്ടത്ത് എന്ത് കൊടുത്താൽ വർക്കാവും എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവർ മാറുകയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് എനിക്കിതിനെ വിലയിരുത്താൻ തോന്നുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 2014 തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ഒ പന്നീർസെൽവം തൻ്റെ ഈ പറഞ്ഞ നിയമസഭയിലും അതുപോലെ തന്നെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാതിരുന്ന വ്യക്തിയാണ് ഒ പന്നീർസെൽവം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് തൻ്റെ സർക്കാരിൽ എല്ലാവർക്കും നിർദ്ദേശം നൽകുകയും മന്ത്രി എന്ന് മാത്രം വിളിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തൻ്റെ ഇരിപ്പിടത്തോടൊപ്പം മറ്റൊരു സിംഹാസനം എന്ന് തോന്നിക്കുന്ന മറ്റൊരു ഇരിപ്പിടം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് കെജ്രിവാളിന് വേണ്ടി. അതിന് പറയുന്നത് ഈ 6 മാസക്കാലത്തെ ജയിൽവാസത്തെ 14 വർഷത്തെ ശ്രീരാമൻ്റെ വനവാസവുമായി താരതമ്യം ചെയ്തുകൊണ്ട് താൻ തിരിച്ചു വരികയാണ്. ഭരതൻ എങ്ങനെയാണോ അന്ന് അയോധ്യയിലെ ഈ സിംഹാസനം കാത്തു സൂക്ഷിച്ചത് അതുപോലെ മര്യാദാ പുരുഷോത്തമനായി തിരിച്ചു വരുന്ന കെജ്രിവാളിന് വേണ്ടി താൻ ഈ പറയുന്ന സിംഹാസനം കാത്തു വയ്ക്കുകയാണ് എന്ന രീതിയിലാണ് അതിഷി സംസാരിക്കുന്നത്. മാത്രമല്ല അടുത്ത 6 മാസത്തെ തന്റെ പ്രവർത്തനം കെജ്രിവാളിനെ ഈ കസേരയിലേക്ക് മടക്കിയെത്തിക്കാൻ വേണ്ടി മാത്രമാണ്. അതും കൂടിയാണ്. അതായത് ഒന്നാലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ നേരത്തെ കേട്ടിരുന്ന ഒരു ചർച്ചയാണ്. അതായത് BJPയുടെ മുഖമായി സ്മൃതി ഇറാനി വരുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതിൽ ചില അസ്വാരസ്യങ്ങൾ ഡൽഹി BJPയിലും ഉണ്ടായിരുന്നു. അതേസമയത്ത് സ്മൃതി ഇറാനിയെ പ്രതിരോധിക്കാൻ അതിഷിയെ പോലൊരു നേതാവിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ വളരെ പ്രസക്തമാകുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കേവലം ഈ കെജ്രിവാളിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് കെജ്രിവാൾ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നേരിട്ട് കെജ്രിവാളിലേക്ക് എത്തുകയും കെജ്രിവാൾ അതിന് മറുപടി പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ ഭരണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അതിൽ കേന്ദ്രീകരിക്കാനോ ഒരു പക്ഷേ കെജ്രിവാളിന് സാധിക്കില്ല. കെജ്രിവാൾ കുറച്ചുകൂടി ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയും ഭരണത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തൊരു മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമാകും BJPക്ക് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആം ആദ്മി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതിഷി ഈ കസേര ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു മര്യാദാ പുരുഷോത്തമനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം അതിഷി ഏറ്റെടുക്കുകയാണ്. അവിടെ നേരിട്ട് മറുപടി പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ അല്ല, പകരം അതിന് അതിഷിയിലൂടെ മറുപടി പറയുകയും അതേസമയത്ത് അതിഷിക്ക് ഇതിൻ്റെ ബാഗേജസ് എടുക്കേണ്ടി വരുന്നില്ല. കാരണം അവർ മുന്നിൽ നിൽക്കുന്ന ഒരു പോരാളി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായി ഈ ഭരണകാര്യത്തിൽ ഇടപെടാനും ഈ പറയുന്ന സോക്കോൾഡ് ഡൽഹിയിലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഒരു ഹിന്ദു വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളൊരു
ഒരു പ്രത്യാശയിലാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ രാമൻ ഇമേജറി അവിടെ കയറി വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു പക്ഷേ ആ ഒരു ഡ്രാമ മിഡിൽ ക്ലാസ്സിന് ഏറെ പ്രിയപ്പെടുന്ന തരത്തിൽ ആ ഒരു പ്രത്യേക പ്രൊഫൈലുള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് ആ ഡ്രാമ കുറച്ചുകൂടി അവരുടെ ഈ പറയുന്ന ഇമേജിന് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വളരെ കോൺഷ്യസ് ആയി കഴിഞ്ഞ ഒരു 10 വർഷം 2013 അതിഷി ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേരുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാപക അംഗമല്ല അതിഷി. മനീഷ് സിസോദിയുമായുള്ള ഒരു സൗഹൃദത്തിലൂടെയാണ് അവർ ഈ അഴിമതി വിരുദ്ധ മൂവ്മെന്റിലേക്ക് വരുന്നതും ആം ആദ്മി പാർട്ടിയിലേക്ക് വരുന്നതുമൊക്കെ. ഈ ആം ആദ്മി പാർട്ടിയിൽ എത്തിയിട്ടും 2022 വരെ അവരങ്ങനെ ഒരു ആം ആദ്മിയുടെ ഒരു തിളങ്ങുന്ന മുഖമൊന്നുമല്ല, മറിച്ച് അവർ പിന്നണിയിൽ മാനിഫെസ്റ്റോ പ്രിപ്പയറിംഗ് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിഷി എന്ന് പറയുന്ന വളരെ വിദ്യാഭ്യാസമുള്ള വെൽഫെയർ പൊളിറ്റിക്സിന്, ക്ഷേമാത്മക രാഷ്ട്രീയത്തിന് വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക, അവർ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തുന്നതിനിടയിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അതിഷി മർലേന സിംഗ് എന്ന അവരുടെ പേര് തന്നെ മാറി നമ്മൾ ഇന്ന് കേൾക്കുന്ന രീതിയിൽ ഇന്ന് നിങ്ങൾ കേട്ടത് അതിഷി ഡൽഹി ചീഫ് മിനിസ്റ്ററായി എന്നതാണ്, അല്ലാതെ അതിഷി മർലേന സിംഗ് ചീഫ് മിനിസ്റ്ററായി എന്നല്ല. ഈ മർലേന എന്ന വാക്ക് അവർക്ക് വലിയ രീതിയിൽ, അവരുടെ സെക്കൻഡ് നെയിമാണ് മർലേന, അത് അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് മാർക്സും ലെനിനും ചേർന്നാണ് മർലേനയായി മാറിയത്. അവരുടെ കമ്മ്യൂണിസ്റ്റുകളായ അച്ഛനും അമ്മയും മകൾക്ക് കൊടുത്ത ഒരു പേരായിരുന്നു. എന്നും ആ മാർക്സിയൻ തത്വങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു പേരായിരുന്നു കൊടുത്തത്. പക്ഷേ അതിഷി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അതിഷിക്കുണ്ടായ പ്രശ്നം, ഈ മർലേന എന്ന പേര് ഒരു ക്രിസ്ത്യൻ പേരായി പലയിടത്തും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പാർട്ടിക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നെയിം അതിൻ്റെ ഒരു ഭാരം താങ്ങേണ്ട കാര്യം അതിഷിക്കുണ്ടോ എന്ന് ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ ചർച്ചകളുണ്ടായി. ആ സാഹചര്യത്തിലാണ് 2018 അവർ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പ്രസംഗിക്കവേ പറയുന്നത്, എൻ്റെ പേര് അതിഷി എന്ന് ഉപയോഗിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, എൻ്റെ സർനെയിം അല്ല മർലേന, അതെൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സെക്കൻഡ് നെയിം മാത്രമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിംഗ് എന്ന അവരുടെ സർനെയിം അവരിപ്പോഴും മാറ്റിയിട്ടില്ല. അവർ ആവശ്യമുള്ളപ്പോഴൊക്കെ ആ പേര് ഉപയോഗിക്കാറുണ്ട്. അതായത് അവരുടെ അച്ഛൻ ഒരു രജ്പുത്താണ്, ആ പാരമ്പര്യ മഹിമ തനിക്കുണ്ട് എന്ന് ഡൽഹിയിലെ നേരത്തെ പറഞ്ഞ ഈ സോ കോൾഡ് മിഡിൽ ക്ലാസ് ഹിന്ദു വിഭാഗത്തിന് മുന്നിൽ എപ്പോഴൊക്കെയാണോ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോഴൊക്കെ അവർ അതിഷി സിംഗായി മാറിയിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ നിന്ന് ഇപ്പോഴും ആ പേര് മാറ്റിയിട്ടുമില്ല. അത് പേരിൽ മാത്രമല്ല, അവരുടെ കാഴ്ചപ്പാടിൽ അവരെപ്പറ്റി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുമായി അടുത്ത സൗഹൃദമുള്ളവരൊക്കെ പറയുന്നത് അവർ പേഴ്സണൽ ലൈഫിൽ വളരെ സെക്യുലറായ ഒരാളാണ്. ക്ഷേമ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്കൂളുകളുടെ മെച്ചപ്പെടുത്തൽ, സമൂഹത്തിൽ പൊതുവെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിലൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കുന്ന തരത്തിൽ അവർ കാര്യമായി തന്നെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ ഈ മൊഹല്ല ക്ലിനിക്കുകളുടെ കാര്യത്തിലായാലും പബ്ലിക് സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്ന കാര്യത്തിലൊക്കെ അവർ വളരെ നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവർക്ക്, പക്ഷേ നേരത്തെ ജിഷ്ണു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡൽഹി പൊളിറ്റിക്സിൽ എന്ത് വിൽക്കപ്പെടും എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായി അവരുടെ പേര് പോലും മാറിയിട്ടുണ്ട്. ഇനി അതിഷി എന്ന പൊളിറ്റീഷ്യൻ എത്ര കണ്ടു മാറും എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ രാമ ഭരത എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇമേജറി അത്ര നിഷ്കളങ്കമല്ല. കൃത്യമായി BJPയെ നേരിടാൻ പോകുമ്പോൾ നമുക്കറിയാം ആം ആദ്മി പാർട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് മൃദു ഹിന്ദുത്വത്തിലേക്ക് തൊട്ടടുത്ത് ചെന്ന് നിന്നിട്ടുള്ളത്. ഹനുമാൻ ചാലിസ പാടിക്കൊണ്ട് കേജ്രിവാളിനെ നമ്മൾ എത്രയോ വേദികളിൽ കണ്ടിട്ടുണ്ട്. ഹനുമാൻ ചാലിസ പാടാൻ എന്നെ അനുവദിക്കുന്നില്ലെന്ന് വിഷമിക്കുന്ന കേജ്രിവാളിനെ കണ്ടിട്ടുണ്ട്. ആ കേജ്രിവാളിന് ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ചിത്രം കറൻസികളിൽ ഉണ്ടായാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേജ്രിവാളിന് കേജ്രിവാളിന്റെ സത്യത്തിൽ കഴിഞ്ഞ നിയമസഭ എടുത്തു നോക്കിയാൽ, കഴിഞ്ഞ മന്ത്രിസഭ എടുത്തു നോക്കിയാൽ കേജ്രിവാളിൻ്റെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അതിഷിയായിരുന്നു. പല സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു. 12 വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേജ്രിവാളിന് ഇക്കാര്യം ഏൽപ്പിക്കാൻ, ഏറ്റവും നന്നായി നടത്തിക്കാൻ, ഈ ഭരണം ഒരാളെ മുൻനിർത്തി നടത്തണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയാൽ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു കാലത്തും കേജ്രിവാൾ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കേജ്രിവാളിന് വെല്ലുവിളി ഉണ്ടാകാനും പാടില്ല. അതായത് കേജ്രിവാൾ ആവശ്യപ്പെട്ടാൽ മാറി നിൽക്കുന്ന തരത്തിൽ ഒരു നേതാവ് തന്നെയായിരിക്കണം ആ സീറ്റിൽ വന്നിരിക്കേണ്ടത്. അങ്ങനെ എല്ലാ കോമ്പിനേഷനുകളും അല്ലെങ്കിൽ എല്ലാ സമവാക്യങ്ങളും പാലിച്ചുകൊണ്ടാണ് അതിഷി ഈ പുതിയ വേഷത്തിൽ
ഭരതനായി അല്ലെങ്കിൽ ഭരത സാന്നിധ്യമായി ഡൽഹിയിൽ മന്ത്രിസഭയിലെത്തുന്നത്? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വിശ്വസ്തയായ ഒരു ലെഫ്റ്റനന്റ് എന്ന രീതിയിൽ ഡൽഹിയിൽ നിൽക്കുക എന്നുള്ളതാണ് അതിഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ആദ്യ ദിവസം തന്നെ ആ സന്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി കസേര ഒഴിച്ചിടുന്നതിലൂടെ അതിഷി ചെയ്യുന്നത്. മറ്റൊരു കാര്യം, വളരെ കൗതുകകരമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും വിദ്യാസമ്പന്നരായ, അതേസമയത്ത് പൊളിറ്റിക്സിലുള്ള, അതേ സമയത്ത് വിശ്വാസികൾ കൂടിയായ, അങ്ങനെ ഒരു പ്രത്യേക തരം കോമ്പിനേഷനിൽ വരുന്ന ചില നേതാക്കളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്ക് അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായ ഒരു വലിയ സ്വീകാര്യത ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. ഇപ്പോൾ BJP-യിൽ അരുൺ ജെയ്റ്റ്ലിയെ പോലൊരു നേതാവിനെ എടുത്ത് നോക്കൂ. വലിയ സ്വീകാര്യത BJP-ക്ക് പുറത്ത് തന്നെ ആ നേതാവിനുണ്ട്, സുഷമ സ്വരാജ്. അതുപോലെ കോൺഗ്രസിൽ ശശി തരൂരിനെ എടുത്ത് നോക്കും. ശശി തരൂർ ഈ പറഞ്ഞ പോലെ വെൽ എഡ്യൂക്കേറ്റഡ് ആയ, UN ഈ പറയുന്ന സിവിൽ സർവീസിൽ നിന്ന് തിരിച്ചു വന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന, നല്ല ഭംഗിയോടുകൂടി ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നമ്മുടെ ഒരു മധ്യവർഗത്തിൻ്റെ സ്വപ്നതുല്യമായ ഒരു ഫിഗറിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതേപോലെ ഒന്നാലോചിക്കൂ, ആം ആദ്മി പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ സ്റ്റേച്ചർ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ആളുകളാണ്. മനീഷ് സിസോദിയെ നോക്കൂ, അരവിന്ദ് കെജ്രിവാളിനെ നോക്കൂ, ഇപ്പുറത്ത് അതിഷിയെ ഇപ്പോൾ നോക്കൂ. ഇവരെല്ലാവരും ഈ സ്റ്റേച്ചറിലാണ് നിലനിൽക്കുന്നത്. ആ സ്റ്റേച്ചർ നൽകുന്ന ഒരു പ്രത്യേക സ്വീകാര്യതയുണ്ട് ഈ പറയുന്ന അപ്പർ മിഡിൽ ക്ലാസ് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ. രാഷ്ട്രീയം നോക്കാതെ തന്നെ ആളുകൾ ഈ പറയുന്ന ഒരു പ്രത്യേക ഇമേജിനെ വലിയ രീതിയിൽ ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വോട്ട് ചെയ്ത ഭൂരിപക്ഷം ആളുകളെ കൊണ്ടും തങ്ങൾക്ക് വോട്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ഈ ഇമേജ് അവർക്ക് നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ നോക്കൂ. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തെക്കുറിച്ച്, ഡൽഹിയുടെ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ആരോഗ്യ മേഖലയെക്കുറിച്ച് ഒന്ന് ആലോചിക്കൂ. ശരിക്കും പറഞ്ഞാൽ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരു മിഡിൽ ക്ലാസ്സിനിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്ന ഒന്നാണ് ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. ഇംഗ്ലീഷ് മീഡിയ ഒക്കെ വളരെയധികം ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല. ഇതെല്ലാം അതുപോലെ തന്നെ ഹാപ്പിനെസ് കരിക്കുലം എന്നൊരു പുതിയ നൂതനമായൊരു പദ്ധതി കൂടി ഇവർ ആസൂത്രണം ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രത്യേക ഐഡിയ ഉള്ള, പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്ന, പ്രത്യേക രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയ, അവരുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ വളരെ എന്താ പറയുക, വളരെ മികച്ച വിദ്യാഭ്യാസം ലഭിച്ച ആളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി സെന്റ് സ്റ്റീഫൻസിൽ പഠിക്കുന്നു, പിന്നീട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിത്ത് സ്കോളർഷിപ്പ് അവർ ജോയിൻ ചെയ്യുന്നു. ആ രീതിയിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള, അതേസമയത്ത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ കെജ്രിവാൾ ഉപയോഗിച്ചിരുന്ന അതേ തന്ത്രത്തിലേക്ക്, അതേ ഒരു പ്രത്യേക മിക്സ്ചറിലേക്ക്, ഒരു മിക്സിലേക്ക് അതിഷിയും കൂടി എത്തുന്നു എന്നാണ് ഞാൻ ഈ പരാമർശത്തിലൂടെ കാണുന്നത്. അവർ ഈ പറയുന്ന രാമൻ ഇമേജ് ഉപയോഗിക്കുന്നു, അവർ മര്യാദാ പുരുഷോത്തമനായി കെജ്രിവാളിനെ പ്ലേസ് ചെയ്യുന്നു. അതേ സമയത്ത് അവർക്ക് ഡൽഹിയുടെ ഈ പറയുന്ന ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ വളരെ വിഷണറി ആയി തന്നെ, വളരെ എന്താ പറയുക, ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാനും അതിനുള്ള രൂപരേഖകൾ തയ്യാറാക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷനും അവർക്കുണ്ട് എന്ന് പറയുന്നിടത്ത് ഇത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഡൽഹി പോലെ 95.7% പേരും ഒരു അർബൻ സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണത്. അതായത് 95% മേലെ പോപ്പുലേഷൻ ജീവിക്കുന്ന ഒരു അർബൻ സ്പേസിലായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ഇമേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു പക്ഷേ ഗെയിം ചേഞ്ചിങ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പനീർസെൽവം ജയലളിതയ്ക്ക് കസേര ഒഴിഞ്ഞു വെച്ചതിന് ശേഷം AIDMKക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചരിത്രത്തിലുണ്ട്. അതുപോലെ എന്ത് സംഭവിക്കും ആം ആദ്മിക്ക് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. എൻ്റെ ഒരു സംശയം, 2013 നമ്മൾ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടിയും BJP-യും നേർക്കുനേർ വരുന്ന ഒരു കാഴ്ച കണ്ടത്. അന്ന് വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം നിലനിന്ന ഒരു സഖ്യം ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുണ്ടായി. BJP-യുമായി നേർക്കുനേർ വന്നു. അതിന് ഏതാണ്ട് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് 2025 തുടക്കത്തിൽ ഉരുത്തിരിഞ്ഞു വരിക എന്ന് വേണം അനുമാനിക്കാൻ. കാരണം എന്തായാലും BJP ഉറപ്പായും ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ട അഴിമതി തന്നെയായിരിക്കും ഉയർത്തിക്കാണിക്കുക. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, നിർഭയ കേസായിരുന്നു. സത്യത്തിൽ ഒന്ന് ആലോചിച്ചാൽ അന്ന് കോൺഗ്രസ് ഭരണത്തിലേറി എന്ന് പറയുമ്പോൾ പോലും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് BJP-ക്ക് യഥാർത്ഥത്തിൽ അധികാരത്തിലേക്കുള്ള ഒരു വഴി പാകിയെടുത്തത് അന്നത്തെ ഈ പ്രശ്നങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേർക്ക് നേർ ഇവർ വീണ്ടും വരുന്നൊരു സാഹചര്യത്തിൽ ഈ മൃദു ഹിന്ദുത്വവും
തീവ്ര ഹിന്ദുത്വവും തമ്മിലായിരിക്കും നേർക്ക് നേർ വരിക. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ഒരു പക്ഷേ അതിഷിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ, കുറച്ച് ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുത്തേക്കാം. അപ്പോഴും സ്മൃതി ഇറാനിയെ പോലെ ഒരു നേതാവാണ് നേരിടാൻ വരുന്നതെങ്കിൽ നമുക്കറിയാം സ്മൃതി അമേഠി പിടിച്ച നേതാവാണ്. ഇത്തവണത്തെ കാര്യം നോക്കണ്ട, നിന്ന് പ്രവർത്തിച്ച് അമേഠി പിടിച്ചെടുത്തൊരു നേതാവാണ്. ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അപ്പോഴും ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു ഐഡിയോളജി, അതായത് അഴിമതി വിരുദ്ധത എന്നൊരു ഐഡിയോളജിയിൽ ഊന്നി വന്നൊരു പാർട്ടിയാണ്. ഈ 6 മാസം കൊണ്ട് നമ്മളിപ്പോൾ പറയുന്നുണ്ട് യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല ഈ മദ്യനയ അഴിമതി എന്ന് പറയുന്ന ഒരു സാധനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു തെളിവുകളും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെ ഒരു നിഴൽ, അഴിമതിയുടെ നിഴൽ ആം ആദ്മി പാർട്ടിക്ക് മുകളിലുണ്ട്. ഈ 6 മാസം കൊണ്ട് എങ്ങനെയാണ് അതിഷി ഇതിനെയൊക്കെ പ്ലേസ് ചെയ്യുന്നത്? ഇനിയും കെജ്രിവാൾ ഇവിടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൊഹല്ല ക്ലിനിക്കുകൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇപ്പോൾ കിട്ടുന്നത് പോലെ കിട്ടില്ല. ഈ രീതിയിൽ, അതായത് ഒരു ഫ്രീ പീസ് പൊളിറ്റിക്സിന് പോലെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടൊക്കെ ഈ അഴിമതിയുടെ ഈ ഒരു നിഴലിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ 6 മാസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമാണ്. ആ 6 മാസത്തിനകം അതിഷിക്ക് അതിന് കഴിയുമോ? അത് അങ്ങനെ കഴിയുമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെജ്രിവാൾ വന്നാൽ മാറുന്ന ഭരതനെ പോലെ ആയിരിക്കില്ല അതിഷി എന്ന് പറയുന്നത്. ഡൽഹി പൊളിറ്റിക്സിൽ ഉദിച്ചുയരുന്ന, ഒരു പക്ഷേ കെജ്രിവാളിന് മുകളിൽ ഉദിച്ചുയരുന്ന ഒരു താരമായി അതിഷിക്ക് വരാൻ കഴിയും. കാരണം അവർ ഇതുവരെ നിന്നിട്ടുള്ളത് ഡെവലപ്മെന്റ് പൊളിറ്റിക്സിന് വേണ്ടിയാണ്. അതെ, അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ അവസാനത്തെ ഈ 6 മാസം എന്ന് പറയുന്നത് ഏത് ഭരണത്തിൽ, അതെ, അതിഷിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഇറാനിയാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരാണ് ആം ആദ്മിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട 6 മാസമാണ്. ICL Finco, the intelligent choice.